ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എപ്പോഴും സൗന്ദര്യം സംരക്ഷിക്കുന്നതിൽ ഭയങ്കര ആങ്സൈറ്റിയോടെ നോക്കുന്നതാണല്ലേ. നമ്മളുടെ സ്കിൻ എങ്ങനെയാണ്, റിങ്കിൾസ് വീഴുന്നുണ്ടോ, ഫൈൻ ലൈൻസ് വീഴുന്നുണ്ടോ, മുടി പൊഴിയുന്നുണ്ടോ, മുഖത്തിന് രക്തപ്രസാദമുണ്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ട് റിങ്കിൾസ് കയ്യിലും കാലിലും വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ റിങ്കിൾസ് ആയിപ്പോയി. ഇതൊക്കെ നമ്മൾ വളരെ വിഷമത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ അല്ലേ. ഇതിനൊക്കെയും പഴയ കാലം മുതലേ കൊണ്ടുവന്നു പോയിരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നുപോയ, നിങ്ങളിൽ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് തേച്ചുകുളി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് തേച്ചുകുളി നമ്മുടെ ലൈഫിൽ. നമ്മളുടെ ശരീരത്തിലെ സ്കിന്നിലേക്ക് രക്ത ഓട്ടം കൂടാനും, സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസിനെ മാറ്റാനും, അല്ലെങ്കിൽ സ്കിന്നിന് നല്ല ബ്രൈറ്റ് സ്കിൻ ടോൺ തരാനും, ഫേസിനും കൈക്കും കാലിനും നമ്മുടെ ശരീരത്തിനും മൊത്തം ഒരു യുവത്വം തരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേച്ചുകുളി. തേച്ചുകുളിയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ചിലർക്ക് അറിയത്തില്ലായിരിക്കും, ചിലർ മറന്നു പോയിട്ടുണ്ടായിരിക്കും, ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. തേച്ചുകുളി നമ്മളുടെ യൗവനത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് റോളുള്ള ഒന്നാണ്. അപ്പോൾ തേച്ച് കുളിക്കാനായിട്ട് നമ്മൾ എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നമ്മൾക്കിന്ന് നല്ല സൗന്ദര്യം വരാനും, നമ്മളുടെ സ്കിന്നിനെ യങ് ആയിട്ട് കാത്തു സൂക്ഷിക്കാനും, മുടി വളരാനും, മുടിയുടെ സ്കാൾപ്പിലോട്ട് രക്തോട്ടം കൂടാനും, സ്കിന്നിലോട്ട് രക്തോട്ടം കൂടാനും, നമ്മൾക്ക് നല്ല കളർ തരാനും ഒക്കെ ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ഓയിൽസ് ഞാൻ കാണിച്ചു തരാം. അതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കി ആഴ്ചയിൽ 2 or 3 ദിവസം തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും തേച്ച് കുളിക്കുന്നത് നമ്മളുടെ യൗവനത്തിനെ കാത്തു സൂക്ഷിക്കാൻ വളരെ നല്ലതാണ്. പണ്ടൊക്കെയുള്ള ആളുകൾ ഇഞ്ച തേച്ച്, എണ്ണ നല്ലോണം തേച്ച് ഒരു കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഇഞ്ച തേച്ച് കുളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്കിൻ അതുപോലെ സൗന്ദര്യമുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓയിൽ ബാത്ത് ഒരു ട്രഡീഷൻ മാത്രമല്ല, നാച്ചുറൽ ആന്റി ഏജിങ് തെറാപ്പിയാണ്. ഇത് നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ പണ്ട് മുതലേ ഹോം റെമഡീസ് ആയിട്ടും ആയുർവേദത്തിലും കണ്ടുവന്നിരുന്ന ഒരു സൊല്യൂഷനാണ്. നമ്മൾ ആദ്യം തേച്ച് കുളിക്കാനായിട്ട് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് ആവാരം പൂ വെച്ചിട്ടാണ്. അതിൽ ഞാൻ കുറച്ച് റോസ് പെറ്റൽസും 2-3 ചെമ്പരത്തിയുടെ ഇലയും 1-2 വെട്രിവേരൊക്കെ ഇട്ടിട്ടുണ്ട്. ആവാരം പൂ മാത്രമാണെങ്കിലും മതി. ഇത് വളരെ നല്ലതാണ്. ആദ്യം നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ശരീരത്തിന് നല്ല കുളിർച്ചി തരാനും, ശരീരത്തിന് നല്ല മോയ്സ്ചർ നിലനിർത്താനും, റിങ്കിൾസിനെ മാറ്റാനും ഒക്കെ കഴിവുള്ള ഒന്നാണ് നല്ലെണ്ണ. നല്ല എണ്ണ എന്നതിന് പേര് വന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കാം. നമ്മൾക്ക് ആവാരമ്പൂ നല്ലെണ്ണയിലേക്ക് ഒന്ന് മുക്കി വെക്കാം. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഒരു 10 മില്ലി റോസ് വാട്ടറും കൂടിയാണ്. ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ്. നമ്മൾക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് വാമാക്കി എടുക്കണം, ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അതായത് തിളപ്പിക്കുകയോ ഓവർ ചൂടോ ഒന്നുമല്ല, ചെറിയ ചൂടാക്കി എടുക്കണം. ഇതുപോലെ ഒരു വിളക്ക് ബാത്റൂമിൽ കത്തിച്ച് വെച്ചിട്ട് എടുത്തോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചൂട് ആറുമ്പോൾ നമ്മൾക്കത് ഒന്നും കൂടെ ചൂടാക്കി നമ്മളുടെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ചുമ്മാ തേച്ചാൽ പോരാ, നന്നായിട്ട് ദേഹത്ത് തേച്ച് പിടിപ്പിക്കണം. അടുത്ത ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്നത് നലങ്ക് മാവാണ്. നലങ്ക് മാവ് നമ്മുടെ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നലങ്ക് മാവിലേക്ക് നമ്മൾ പഴയ പോലെ തന്നെ 10 മില്ലി റോസ് വാട്ടറും കുറച്ച് 1 സ്പൂണോ 1.5 സ്പൂണോ പശുവിന്റെ നെയ്യ്, നല്ല പശുവിൻ നെയ്യാണ്, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ദേഹത്ത് തേക്കാൻ പറ്റിയ പോലെ ഒരു തൈലം പോലെ നമ്മൾക്ക് കിട്ടും. ഇതിനെയും നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടാക്കിയാൽ മതിയാകും. 2-3 മിനിറ്റ് ചൂടാക്കുമ്പോഴേക്കും നമ്മൾക്ക്, പ്രത്യേകിച്ച് ഇത് മണ്ണിന്റെ ഒരു ബൗൾ ആയത് കാരണം ചൂട് കുറച്ചു നേരം നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നതും കുറച്ചും കൂടെ നമുക്ക് ബെനിഫിഷ്യൽ കൂടിയാണ്. ചൂടാക്കി തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് രക്തയോട്ടം കൂടുകയും നമ്മളുടെ സ്കിന്നിന്റെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറുകയും. ഇത് ഫേസിലും നിങ്ങൾ തേക്കണം കേട്ടോ. കാലിന്റെ അടിയിൽ പ്രത്യേകിച്ച് തേക്കണം, കൈയിന്റെ വെള്ളയ്ക്കുള്ളിൽ തേക്കണം. ഇവിടെയൊക്കെയാണ് നമ്മളുടെ ശരീരത്തിലുള്ള നോട്ട്സ് ഒക്കെ ഉള്ളത്, അത് കെട്ടുകൾ, ഞരമ്പിന്റെ കെട്ടുകളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കുളിക്കുമ്പോൾ നമ്മൾക്ക് ഒരു
ഉന്മേഷവും നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ, പിത്തത്തിന്റെ ചൂടിനെ കുറച്ച് നമ്മുടെ ശരീരത്തിൽ നല്ല കളർ തരികയും ഒക്കെ ചെയ്യുന്നതാണ്. ശരീരം കൂടുതൽ കറക്കുന്നതും മുഖം കറക്കുന്നതും പിത്തത്തിന്റെ ചൂട് വളരെ കൂടുമ്പോഴാണ്. അപ്പൊ എണ്ണ തേച്ചു കുളി ഇതിന് വളരെ നല്ല ഒരു പരിഹാരമാണ്. ഒരു 10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇതുപോലെ തേച്ച് മസാജ് ചെയ്തിട്ട് അടുത്ത 10 മിനിറ്റ് അതിനെ നമ്മുടെ ശരീരത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വേണം കുളിക്കാൻ. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മഞ്ചിഷ്ടയാണ് എടുത്തിരിക്കുന്നത്. മഞ്ചിഷ്ടയിലേക്ക് ഞാനിപ്പോൾ ഇടുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളാണ്. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ട് തന്നെ ഇതാണ് കളറ്. ഇതിലേക്ക് നമ്മൾക്ക് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ ഒഴിക്കാം. നിങ്ങൾക്കറിയാം, ആവണക്കെണ്ണ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ബെനിഫിഷ്യൽ ആണ് നമ്മുടെ സ്കിന്നിന്റെ ചുളിവിനെ മാറ്റാനും നല്ല കളർ തരാനും. ഈ എല്ലാ പാക്കുകളും കളർ തരാനായിട്ട് വളരെ നല്ലതാണ്. നല്ല കളർ വരുമ്പോൾ സൺ ടാൻ ഒക്കെ മാറി സ്കിൻ ബ്രൈറ്റ് ആകുമ്പോഴാണ് ചുളിവുകളൊക്കെ കുറച്ചായിട്ട് കാണുക. അതും മനസ്സിലാക്കുക. നമ്മൾ അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. ഇനി റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളമാണെങ്കിലും ഒഴിക്കാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള റോസ് വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. ബാത്റൂമിൽ ഇതുപോലെ ഒരു അകിലോ ക്യാൻഡിലോ നിങ്ങൾ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കുറയുമ്പോൾ ചൂടാക്കി വളരെ ശാന്തമായിട്ട്, ഇതൊരു സൈക്കോളജി തെറാപ്പി കൂടിയാണെന്ന് മനസ്സിലാക്കുക. വളരെ ടെൻഷന്റെ നോട്ട്സിനെ ഒക്കെ മാറ്റി മാനസിക പിരിമുറുക്കത്തിനെ ഒക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ദേഹത്ത് എണ്ണ പുരട്ടുന്നതിന് മുമ്പേ തന്നെ ഉച്ചയിൽ ഒരു 4-5 തുള്ളി എണ്ണ വയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. ഇല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ചൂട് പെട്ടെന്ന് തലയിലോട്ട് കയറുകയും തലവേദന ഉണ്ടാകുകയും നമ്മൾക്ക് ചിലപ്പോൾ മൈഗ്രെയിനോ അല്ലെ മാനസിക സമ്മർദ്ദമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ദേഹത്ത് എണ്ണ തേക്കുമ്പോൾ ഉച്ചയിൽ 2-3 തുള്ളി എണ്ണ വെച്ചിട്ട് മാത്രമേ ദേഹത്ത് തേക്കാമുള്ളൂ. നന്നായിട്ട് ദേഹം മസാജ് ചെയ്ത് കൊടുക്കാനും ഒരിക്കലും മറക്കരുത്. ഞാൻ കൈ മാത്രമാണ് കാണിക്കുന്നത്, ബിക്കോസ് അതാണ് എനിക്ക് കംഫർട്ടബിൾ വീഡിയോയിൽ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് ദേഹം മൊത്തം തേച്ചിട്ട് 10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നലങ്ക് മാവ് സോപ്പോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് സോപ്പോ, അധികം കെമിക്കൽ ഇല്ലാത്ത ഹോം മെയ്ഡ് സോപ്പോ, നലങ്ക് മാവ് റോസ് വാട്ടറിൽ കുഴച്ചതോ വെച്ച് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. നലങ്ക് മാവൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചെറിയ വാം വാട്ടറിൽ കുളിച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഉണ്ടാക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ അതിനെ ഇൻഫ്യൂസ് ചെയ്തെടുത്ത് തേച്ച് കുളിക്കുമ്പോൾ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയറിനെ കൂടെ ചേർത്ത് നമ്മൾക്ക് ഉറപ്പായിട്ടും ഒരു 15 വയസ്സ് കുറച്ച് തരുവാണ് ചെയ്യുന്നത്. നമ്മളുടെ ആഗ്രഹം അങ്ങനെയാണല്ലേ. നമ്മൾ ഇപ്പോഴും മനസ്സുകൊണ്ട് നമ്മളുടെ 20s പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഡ്രസ്സ് കണ്ടാൽ പോലും ഇത് എൻ്റെ ഏജിൽ എനിക്ക് കൂടുതൽ ഏജ് തോന്നിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് അവിടെ വളരെ കുറവാണെന്നാണ് അർത്ഥം. ഈ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്, ഹെയർ കെയർ ചെയ്യുന്നത്, ഇതുപോലെയുള്ള തേച്ചുകുളികളൊക്കെ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ എണ്ണ തേച്ച് കുളിച്ചിട്ട് നലങ്ക് മാവോ അല്ലെങ്കിൽ അതുപോലുള്ള സ്കിൻ കെയർ പൗഡറോ ഒക്കെ ഉപയോഗിച്ച് ഇഞ്ച തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് മുങ്ങി കുളിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ 2026 എൻഡ് ആകുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ നല്ല വൃത്തിയായി, കയ്യിലും കാലിലും ഒക്കെ ചുളിവുകളൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു നിങ്ങളെ വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ഒരു തുടക്കം ഇന്ന് തന്നെ ആവട്ടെ. നിങ്ങൾ ഇന്ന് തന്നെ തേച്ച് കുളിക്കാനായിട്ട് ഒരു എഫേർട്ട് എടുക്കണം. തേച്ച് കുളിക്കുന്നതിന് ഏകദേശം ഒരു 30-35 മിനിറ്റ് വരും. ചുമ്മാ എണ്ണ ഇങ്ങനെ ദേഹത്ത് തടവിയിട്ട് പോയി കുളിക്കുന്നതിനെ തേച്ച് കുളി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എണ്ണ ചെറുതായിട്ട് നമ്മൾ കാണിച്ച പോലെ ചെറിയ ചൂടോടെയുള്ള എണ്ണ ശരീരത്ത് മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത് നമ്മളുടെ ജോയിൻറ്റ് പെയിൻസിന് പോകാനും തലയിലേക്ക് രക്തോട്ടം കൂടാനും ചർമ്മത്തിലേക്ക് രക്തോട്ടം കൂടാനും നമ്മൾക്കൊരു ഉന്മേഷം വരാനും രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ മെൻ്റൽ പ്രഷറിനെ കുറച്ച് സൈക്കോളജിക്കലി നമ്മളുടെ ഡിപ്രഷനിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാനും നമ്മൾക്കൊരു പുതു ഉന്മേഷം തരാനും ഒക്കെ തേച്ചുകുളി നമ്മളെ സഹായിക്കുന്നതാണ്. 1-2 പ്രാവശ്യം നിങ്ങൾ തേച്ച് കുളിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ യൗവനത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങുന്നത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും തേച്ചുകുളി വേണ്ട എന്ന് വെക്കരുത്. നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ നമ്മൾ കെയർലെസ് ആയിട്ടോ ഇതൊന്നും പറ്റത്തില്ല മടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറേ ക്രീം വാങ്ങി തേച്ചിട്ടോ, കുറേ കോസ്മെറ്റിക്സ് വാങ്ങി തേച്ചിട്ടോ, കുറേ കെമിക്കൽ വാഷ് ചെയ്തിട്ടോ, കെമിക്കൽ ഇത് ചെയ്തിട്ടോ അതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളെയല്ല. നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സഫർ ചെയ്യുന്നത്. ആഫ്റ്റർ 2, 3, 4, 5 സിറ്റിങ്സ് നിങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് വെച്ചാൽ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ലാതെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതിലൂടെ ഒന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നടക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം തന്നെ പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളോട് കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.